LDF കൺവീനർ ഇ.പി. ജയരാജൻ റിപ്പോർട്ടർ ടിവിയോട് ചേരുകയാണ്. ജയരാട്ട, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഞാനും ഇന്നത് റിപ്പോർട്ടർ അവരുടെ രാവിലത്തെ അരുണിൻ്റെ പരിപാടിയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്നലെ അത്തരമൊരു വാർത്ത പരന്നിരുന്നു. അത് പിന്നീട് നിഷേധിക്കപ്പെട്ടതായി കണ്ടു. പക്ഷേ ഇന്ന് അത് യാഥാർത്ഥ്യമാണ് എന്ന് വന്നിരിക്കുകയാണ്. ശ്രീ കെ കരുണാകരൻ്റെ മകൻ മുരളീധരൻ തന്നെ അത് അംഗീകരിച്ചു കഴിഞ്ഞു. ഏതായാലും പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോവുകയാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായിരുന്നല്ലോ PC ചാക്കോ. അദ്ദേഹം കോൺഗ്രസിൻ്റെ MP ആയിരുന്നു. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയുടെ അംഗമായി കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ നാഷണൽ സെൻട്രലിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ലീഡറായിരുന്നു. അദ്ദേഹം ഉന്നത സ്ഥാനം വഹിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം കോൺഗ്രസ് വിട്ടില്ലേ? അനിൽകുമാർ കോൺഗ്രസ് വിട്ടില്ലേ? പഴയ PSC ചെയർമാനായിരുന്ന രാധാകൃഷ്ണൻ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയി. ദേവസ്വം ബോർഡ് ചെയർമാനായിരുന്ന രാമൻ നായർ അദ്ദേഹം കോൺഗ്രസ് വിട്ട് BJPയിൽ പോയി. പ്രമീളാദേവി അന്ന് ദേവസ്വം ബോർഡിൽ കോൺഗ്രസ് UDF ഗവൺമെൻറ് കാലത്ത് കോൺഗ്രസിൻ്റെ നോമിനേറ്റ് അംഗമായിരുന്നു. അവർ കോൺഗ്രസ് വിട്ടു പോയില്ലേ? ഇത് കേരളത്തിൽ എത്രമാത്രം നേതാക്കന്മാർ പോയി? ഇത് മാത്രമാണോ? അനിൽ ആൻ്റണി, AK ആൻ്റണിയുടെ മകനല്ലേ? AK ആൻ്റണിയുടെ മകൻ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ അവരുടെ തെരഞ്ഞെടുപ്പ് അവലോകനവും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായി രൂപപ്പെടുത്താനുള്ള ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ തലവനായിരുന്നു. ആ അനിൽ ആൻ്റണി ഇപ്പോഴെവിടെയുള്ളത്? അനിൽ ആൻ്റണി ഇപ്പോൾ BJPയിലല്ലേ? BJPയിലായി എന്ന് മാത്രമല്ല, പത്തനംതിട്ടയിൽ ഇപ്പോൾ BJPയുടെ ഷാളും വാങ്ങി അമിത്ഷായുടെയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെയും ഒക്കെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഒക്കെ വാങ്ങി നന്ദയെ കണ്ട് ബഹുമാനിച്ച് ഇപ്പോൾ പുറപ്പെട്ടിരിക്കല്ലേ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട്. എവിടെ എത്തി? കോൺഗ്രസിൻ്റെ ഇത് ആദ്യത്തേതല്ലല്ലോ. ഇനി ഇതുപോലെ ഒരുപാട് നേതാക്കൾ വരും. ഇവിടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ KPCC പ്രസിഡൻറ്റ് RSSൻ്റെ ആയുധ പരിശീലന കളരിക്ക് കാവലേർപ്പെടുത്തി കൊടുത്തു. ഇത്തരം RSSൻ്റെ ഒരു ക്യാമ്പ് നടത്താൻ CPMകാരിൽ നിന്ന് എതിർപ്പുണ്ടാകും എന്ന് മനസ്സിലാക്കി RSS ക്യാമ്പ് സംരക്ഷിക്കാൻ വളണ്ടിയർമാരെ അയച്ച് കാവൽ നിന്ന നേതാവാണ് ഞാൻ എന്ന് ഈ KPCC പ്രസിഡൻറ്റ് സുധാകരൻ തന്നെ പറഞ്ഞില്ലേ? ഇങ്ങനെയുള്ളൊരു പാർട്ടിയും ഇങ്ങനെയുള്ളൊരു നേതൃരംഗവുമായാൽ ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുക? ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഇനിയും അത് നടന്നുകൊണ്ടിരിക്കും. ഇതിപ്പോൾ മാത്രമല്ല, ഇപ്പോൾ 2014 ശേഷമുള്ള കണക്കെടുത്താൽ കോൺഗ്രസിൻ്റെ നേതാക്കളായി ഏതാണ്ട് ഒരു 3-4 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ, UPയിൽ തന്നെ 3 പ്രാവശ്യം മുഖ്യമന്ത്രിയായിട്ടുള്ള ആൾ, അവരൊക്കെ ഇപ്പോഴെവിടെയുള്ളത്? കോൺഗ്രസിൻ്റെ നേതാക്കൾ BJPയിലാണ്. 2014 ശേഷമുള്ള ചിത്രമെടുത്താൽ 200-ലധികം കോൺഗ്രസിൻ്റെ MP മാർ, രാജ്യസഭാംഗങ്ങൾ, കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമാരായവർ, പ്രമുഖരായിട്ടുള്ള നേതാക്കൾ, അവരെല്ലാം ഇപ്പോൾ BJPയിലേക്ക് കുറേ കാലം ഇങ്ങനെ ഒഴുകി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ BJPയുടെ നേതൃരംഗത്ത് നല്ലൊരു ഭാഗം പഴയ കോൺഗ്രസ് നേതാക്കളാണ്. അവിടെ എത്തിയല്ലോ. അപ്പോൾ കോൺഗ്രസ് അനുദിനം ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്, ദുർബലപ്പെടുകയാണ്. അതിൻ്റെ കാരണം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സമീപനങ്ങളും നിലപാടുകളുമാണ്. അവരിപ്പോൾ സ്വീകരിക്കുന്ന ഇടതുപക്ഷ വിരുദ്ധ മനോഭാവമാണ്. അവരൊരു മൃദു ഹിന്ദുത്വ സമീപനമാണ് സ്വീകരിക്കുന്നത്. RSSൻ്റെ അജണ്ടയാണ് ഇപ്പോഴും അവരുടെ മനസ്സിലുള്ളത്. അവർ ഇടതുപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിച്ചാൽ ഇവിടെ എത്തും. ഇന്ത്യയിൽ എതിർക്കപ്പെടേണ്ടത് ഇടതുപക്ഷത്തെയാണോ? കേരളത്തിൽ എതിർക്കപ്പെടേണ്ടത് ഇടതുപക്ഷത്തെയാണോ? എന്തിനാണ് ഇടതുപക്ഷത്തെ എതിർക്കുന്നത്? ഇടതുപക്ഷം ജനങ്ങൾക്കെതിരാണോ? ജനങ്ങളെ ആകെ യോജിപ്പിച്ച് നിർത്തി ജനതാൽപര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ ഇടതുപക്ഷക്കാർ? ആ ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ടല്ലേ കേരളത്തിൽ UDF പ്രവർത്തിക്കുന്നത്, കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്? അങ്ങനെ പ്രവർത്തിക്കുന്നൊരു പാർട്ടി BJPയെ എതിർക്കുന്നതിന് പകരം ഇടതുപക്ഷത്തെ എതിർക്കുക,
BJPയോട് മൃദു സമീപനം സ്വീകരിക്കുക, RSSുമായി മൃദു സമീപനം സ്വീകരിക്കുക, RSSൻ്റെ അജണ്ട നടപ്പിലാക്കാൻ പദ്ധതി ആവിഷ്കരിക്കുക. അങ്ങനെ വരുന്നൊരു പാർട്ടിക്ക് സംഭവിക്കാവുന്ന മൂല്യച്യുതിയും തകർച്ചയും അപചിതവുമാണ് പരാജയവുമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകുന്നുവെന്ന് ആദ്യഘട്ടത്തിൽ വാർത്ത വന്നപ്പോൾ അവർ തന്നെ അത് ഫേസ്ബുക്കിലൂടെ നിഷേധിച്ചിരുന്നു. പക്ഷേ മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പ് തന്നെ അവർ ആ തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പം മുരളീധരൻ താൻ വർഗീയ കക്ഷികളുമായി യാതൊരു വിധത്തിലുള്ള സന്ധി ചെയ്യില്ല എന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ട്. പത്മജ ചെയ്ത കൊടും ചതിയാണെന്നുള്ള പരാമർശമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതും ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തിന് വിശ്വസിക്കാൻ വേണ്ടി കഴിയും. മുരളീധരൻ ചിലപ്പോൾ തീരുമാനം നാളെ മാറ്റിയേക്കില്ലേ? ഈ കോൺഗ്രസിൻ്റെ ജയിച്ചു വരുന്ന MP കോൺഗ്രസിനോടൊപ്പം ഉണ്ടാവുമോ? പലരും ഉണ്ടാകില്ല. BJPക്ക് അവരെ എല്ലാം എളുപ്പം റാഞ്ചാം, അവരെ പക്ഷത്തേക്ക് കൊണ്ടുപോകാം. കേരളത്തിലെ MP BJP ഏതെങ്കിലും ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എത്തിച്ചപ്പെട്ടാൽ പല കോൺഗ്രസ് നേതാക്കളും MP നേരെ BJPയിലേക്ക് പോകും. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഈ ഇന്ത്യ ഇന്ന് നേരിടുന്ന വിപത്തിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ മഹാസഖ്യത്തെ ശക്തിപ്പെടുത്താൻ ഇടതുപക്ഷത്തെ തിരഞ്ഞെടുക്കുക, ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക. ഈ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മാത്രമേ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അല്ലെങ്കിൽ അപകടമാണ്, രാജ്യം അപകടപ്പെടും. വർഗീയ ഫാസിസ്റ്റ് വിപത്ത്, RSSൻ്റെ വർഗീയ അജണ്ട ഇവിടെ നടപ്പിലാക്കും. ഇന്ന് തന്നെ ഇന്ത്യക്കകത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവഗതികളതാണ്. ഗുജറാത്തിലെ നർമ്മദ ജില്ലയിൽ ക്രിസ്ത്യൻ പള്ളിയാണ് ആക്രമിച്ചത്. അവിടെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ നടത്താൻ അനുവദിക്കുന്നില്ല. അവിടെ ഒരു ക്രിസ്തീയ സമ്മേളനം ചേരാൻ നിശ്ചയിച്ചു, സംഘപരിവാർ നടത്താൻ അനുവദിച്ചില്ല, ഉപേക്ഷിച്ചു പോയി. ഇപ്പോൾ ജാർഖണ്ഡിൽ അവിടെ മുസ്ലിം മദ്രസ തകർക്കുകയാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷങ്ങൾ ഭയന്ന് ജീവിക്കുകയാണ്. ഈ കേരളമാണ് അവർക്ക്, ഈ ന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ദളിത് ജനങ്ങൾക്കും രാജ്യത്തിൽ ചിന്തിക്കുന്നവർക്കും എഡ്യൂക്കേറ്റഡ് സെക്ഷൻ, ന്യൂ ജനറേഷൻ, അവരെയെല്ലാം സംരക്ഷിച്ച് രാജ്യനന്മയെ നോക്കി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ആ കേരളത്തെയാണ് മുഖ്യ ശത്രുവായി കണ്ടിട്ട് BJPയെ സഹായിക്കാൻ ഇവിടുത്തെ UDF പ്രവർത്തിക്കുന്നത്, കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ കോൺഗ്രസ് ഇനിയും തകർച്ച അഭിമുഖീകരിക്കേണ്ടി വരും. പല നേതാക്കളും അധികം താമസിക്കേണ്ട BJPയിലേക്ക് ചാടും. ഈ പത്മജയ്ക്ക് പിന്നാലെ മുരളീധരനും പോകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാനിപ്പോഴത് പറയുന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെയും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. എല്ലാവരും അവസരവാദപര നിലപാടുകളാണ്. അവരുടെ മുഖ്യമായ ശത്രു ഇടതുപക്ഷമാണ്. ആ നിലപാട് സ്വീകരിക്കുന്നവർ ഇടതുപക്ഷത്തെ എതിർക്കാൻ BJPയുമായി സഹകരിക്കും. ഇനി ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ BJPയിലേക്ക് ചാടും. ഇനി ഇന്ത്യ മഹാസഖ്യം ശക്തിപ്പെടുമെന്ന് വന്നാൽ BJPക്ക് വേണമെങ്കിൽ കുറേ ആൾ പിടിക്കാം, കോൺഗ്രസ് ആണെങ്കിൽ അവർ പിടിക്കും. അത് പിടിക്കാതിരിക്കണമെങ്കിൽ, മഹാസഖ്യം ശക്തിപ്പെടണമെങ്കിൽ, ഇന്ത്യ സഖ്യത്തിന് കരുത്തുണ്ടാകണമെങ്കിൽ, BJP അധികാരത്തിൽ നിന്നും താഴെ ഇറക്കണമെങ്കിൽ ഇടതുപക്ഷം ജയിക്കണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തിപ്പെടൽ കൊണ്ട് മാത്രമേ ഫലപ്രദമായി ഒരു ബദൽ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയൂ. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണം. ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം വേണ്ടത്ര ഉയർന്നു വന്നില്ല എന്നുള്ളതാണ്. ആ കുറവ് പരിഹരിച്ചുകൊണ്ട് ജനസംരക്ഷണം ഉറപ്പുവരുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്നിൽ അണിനിരക്കുക, രാജ്യത്തെ രക്ഷിക്കുക. ഇതാണ് ജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതേ ഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ അവകാശ പോരാട്ടത്തിനുള്ള അങ്ങനെയുള്ള സംഘടനകൾക്ക് വലിയ തോതിൽ ആശങ്കയുണ്ടാകും. കാരണം പോയത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരാളല്ല. പത്മജ വേണുഗോപാൽ കരുണാകരൻ്റെ മകളാണ്. അതുപോലെ തന്നെ അനിൽ ആൻ്റണി AK ആൻ്റണിയുടെ മകനാണ്. തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇങ്ങനെ BJPയിലേക്ക് പോകുന്നത് വലിയ തോതിൽ ആശങ്ക ഈ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കും ഉണ്ടാവും. അപ്പോൾ ഒരു പക്ഷേ അവർ ആ മുന്നണിയിൽ വളരെ അസ്വസ്ഥരാണ്. നേരത്തെ തന്നെ LDF കൺവീനർ അക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ അവർക്ക് ഇപ്പോൾ നിലവിലുള്ള ഒരു അഭയം എന്നുള്ള രീതിയിലൊരു അരക്ഷിതാവസ്ഥ അവരും നേരിടുന്നത്. കാരണം നേരെ മറിച്ച് UDFൽ നിന്ന് മാറി വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക് പോകുമെന്നുള്ള ആശങ്ക അവരിൽ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കാനുള്ള ഒരു മനസ്ഥിതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയുമോ? ഇത് പാർട്ടികളുടെ മുന്നണിയല്ല. ഇവിടെ ഇപ്പോൾ ആവശ്യം BJPയെ തോൽപ്പിക്കണം. BJPയെ തോൽപ്പിച്ച് ഫലപ്രദമായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യാൻ ആർക്ക് സാധിക്കും? അവർക്ക് വോട്ട് ചെയ്യുക, അവർക്ക് പിന്നിൽ അണിനിരക്കുക. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് ആ ദൗത്യം സ്വീകരിക്കാൻ കഴിയും. മുസ്ലിം ലീഗ് അവരിപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നയങ്ങൾ അവർക്ക് തന്നെ ചിന്തിക്കേണ്ട ഒരു ഘട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ചിന്തിച്ചാൽ അവർക്ക് നല്ലത്. പക്ഷേ ഇവിടെ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്താൻ, ദളിത് ജനങ്ങളെ സംരക്ഷിക്കാൻ, ഇവിടുത്തെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും മഹിളകളെയും സംരക്ഷിക്കാൻ, കർഷക തൊഴിലാളി താൽപ്പര്യം സംരക്ഷിക്കാൻ,
ബഹുജനങ്ങൾ അനുഭവിക്കുന്ന വിലക്കയറ്റവും പട്ടിണിക്കും പരിഹാരമുണ്ടാക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു ബദൽ നയം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ. ആ ബദൽ നയം രാജ്യത്തെ രക്ഷിക്കും. അതിനു വേണ്ടിയിട്ടുള്ള സമരങ്ങളിൽ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്താൻ ഇടതുപക്ഷത്തിനെ കഴിയൂ. അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്ഥിതി വളരെ ആപത്തായിരിക്കും. ഇത് മനസ്സിലാക്കി ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഇടതുപക്ഷത്തിന് പിന്നിൽ അണിനിരക്കണം, ഇടതുപക്ഷത്തെ സഹായിക്കണമെന്നാണ് അവരോടെല്ലാം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആ ഘട്ടത്തിൽ പോലും ഈ തുറന്ന ഒരു വാതിൽ എപ്പോഴും മുസ്ലിം ലീഗിനായാലും, മുസ്ലിം ലീഗാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഈ മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി എന്ന രീതിയിൽ, അപ്പോൾ ഒരു ഇടതുപക്ഷത്തിന് ഒരു തുറന്നിട്ട വാതിൽ മുസ്ലിം ലീഗിന് ഉണ്ടോ എന്നുള്ള പാർട്ടികൾക്ക് വേണ്ടിയിട്ടല്ല തുറന്നിടുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്നും ഞങ്ങളെ വാതിൽ തുറന്നു കിടക്കും. അതുകൊണ്ട് ജനസംരക്ഷണമാണ് നമ്മുടെ മുൻ പ്രശ്നം. ഇന്നത്തെ രാഷ്ട്രീയമാണ് പ്രശ്നം. അത് മനസ്സിലാക്കി ജനങ്ങളുടെ പിന്തുണയുണ്ടാകണം. ഇപ്പോൾ മറുപക്ഷത്തെ മറ്റു മുന്നണിയിൽ നിൽക്കുന്നവരെക്കുറിച്ചൊന്നും ഞങ്ങളിപ്പോൾ അവരവരുടെ നിലപാട്, അവരുടെ രാഷ്ട്രീയ നിലപാട് അവർ സ്വീകരിക്കുന്നു. പക്ഷേ ജനസംരക്ഷണം, ആ ജനസംരക്ഷണം ഉറപ്പുവരുത്താൻ, ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്താൻ, ദളിത് ജനങ്ങളെ കാത്തു സൂക്ഷിക്കാൻ അതിന് ഇടതുപക്ഷത്തിനെ കഴിയൂ. ആ ജനവിഭാഗം ഇടതുപക്ഷത്തോടൊപ്പം വരണം, സഹായിക്കണം, ഇടതുപക്ഷത്തെ ജയിപ്പിക്കണം. എങ്കിലേ ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാകും. ഇതോടൊപ്പം തന്നെ ഈ പത്മജ പോയത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് ജയരാട്ടൻ തന്നെ പറഞ്ഞു. ഒരു പക്ഷേ മറ്റ് നേതാക്കളുമായിട്ടൊക്കെ രഹസ്യ ചർച്ചകളും അല്ലെങ്കിൽ കൂടിയാലോചനകളും ഒക്കെ നടത്തിയതിന് ശേഷമായിരിക്കാം ഒരു പക്ഷേ പത്മജ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ വരും ദിവസങ്ങൾ, നേരത്തെ KPCC പ്രസിഡന്റിൻ്റെ കാര്യം പറഞ്ഞു, അതിന് സമാനമായ രീതിയിൽ തന്നെ VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ RSSൻ്റെ പല പരിപാടികൾക്കും പോയ കാര്യം നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ചില നേതാക്കളെങ്കിലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയുമോ? പല നേതാക്കളും അങ്ങോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. നേതാക്കൾ മാത്രമല്ല, അവർ അണികളെയും BJP RSS വാരിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ പരിഹാരം കാണാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് കഴിയാത്തത്? രാഷ്ട്രീയ നയത്തിൻ്റെ അപജയമാണ്. അത് അവർക്ക് തിരുത്തി മുന്നോട്ട് പോകണം. ഞങ്ങൾ കോൺഗ്രസ് ഇങ്ങനെ നശിച്ചു പോകണമെന്നൊന്നും ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ അവരുടെ നയം അവരെ നശിപ്പിക്കുകയാണ്. അവർ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം അവർ ഉപേക്ഷിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയണം. ഇനിയും എത്രയോ നേതാക്കൾ പോകും, പല നേതാക്കളും പോയി, ഇനിയും വഴിക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആ പ്രോസസ്സാണിപ്പോൾ. അത് സംരക്ഷിച്ച് നിർത്താൻ പോലും കോൺഗ്രസ്സിന് കഴിയുന്നില്ല. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ കേരളത്തിലായാൽ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. BJPയും ഒരു 10-12 മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇന്ന് വരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്തൊരു മുന്നണിയാണ് UDF, പ്രത്യേകിച്ച് കോൺഗ്രസ്. അവർക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞോ? സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുക, ആരൊക്കെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നവരെ കൂടി ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിശ്വാസക്കുറവ്. പലരുടെയും മുഖം പുറത്ത് കാണിക്കാൻ പറ്റില്ല. ആദ്യം തന്നെ അവരൊരു നിലപാട് സ്വീകരിച്ചു, നിലവിലുള്ള MPമാരെല്ലാം ജയിച്ചു വന്നവരെല്ലാം തുടരണം, അങ്ങനെയുള്ളവരെ പുറത്ത് കാണിക്കാൻ പറ്റില്ലെന്ന് കനഗോകുലു ഇങ്ങനെ പ്രഖ്യാപനം നടത്തി. അതുകൊണ്ട് ഗോകുലുവിൻ്റെ പ്രഖ്യാപനം കേട്ട് കുറേ ആൾ പുറത്തു വെക്കുന്നു. ഇങ്ങനെ ആകെ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ കോൺഗ്രസ്സിന് കഴിയാത്തത് കൊണ്ട് സ്ഥാനാർത്ഥി നിർണയം പോലും നടത്താൻ കഴിയാത്തൊരു പാർട്ടി എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളെ നയിക്കുക? അതിനകത്തുള്ള ഗ്രൂപ്പുകളും മത്സരങ്ങളും ഏറ്റുമുട്ടലുമാണ് കാരണം. സുധാകരനും VD സതീശനും മാത്രമല്ല, വേറെ നിരവധി ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളുടെ ഒരു കമ്മിറ്റിയായിട്ട് കോൺഗ്രസ് മാറി. അതുകൊണ്ട് ഗ്രൂപ്പ് മത്സരങ്ങളും അടിപിടിയും ഇനിയും കോൺഗ്രസ്സിനകത്ത് വരും. അങ്ങനെ അടിപിടിയൊക്കെ നടക്കുമ്പോൾ തോക്കുന്നവർ തന്നെ BJP പോകും. BJP ആകട്ടെ പലരെയും പിടിക്കാനുള്ള വഴികളുമായി നടക്കും. അങ്ങനെ കോൺഗ്രസ് ശിഥിലമാവുകയാണ്. അതുകൊണ്ട് കോൺഗ്രസ്സിനെ രക്ഷിക്കാൻ ഇപ്പോൾ കേരളത്തിൽ ആർക്കെങ്കിലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഇന്നത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ. ഇങ്ങനെ ഒറ്റക്കൊറ്റക്ക് നേതാക്കന്മാരെ പോകുന്നതിന് പകരം പാർട്ടി തന്നെ BJPയിലേക്ക് ലയിക്കുന്നതാണ് നല്ലതെന്നുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകൾ ഞാനും കാണുന്നുണ്ട്. ആ കമൻറ്റുകളോടൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. ഞാൻ കാര്യങ്ങളെല്ലാം ശരിയായി മനസ്സിലാക്കി രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു നിഗമനത്തിലെത്തിയിട്ട് മാത്രമേ സാധാരണ പറയൂ. അതുകൊണ്ട് എനിക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളും വസ്തുതകളും കണക്കിലെടുത്തിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ അഭിമുഖം നടത്തുന്നത്. എന്തായാലും കൃത്യമായ രീതിയിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള സമീപനങ്ങളാണ് കോൺഗ്രസിനെ ഈ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് എന്നാണ് LDF കൺവീനർ EP ജയരാജൻ വ്യക്തമാക്കുന്നത്. നിലപാടുകൾ തിരുത്തണം. കോൺഗ്രസ് രാഷ്ട്രീയപരമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട ശക്തി തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ നിലപാടുകളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് നിലപാട് തിരുത്തി മാത്രമേ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഇനിയും കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് നേതാക്കളുടെ ഒഴുക്ക് തുടരും എന്ന് തന്നെയാണ് LDF കൺവീനർ EP ജയരാജൻ വ്യക്തമാക്കുന്നത്.
വീഡിയോ ജേർണലിസ്റ്റ് അഭിഞ്ചത്തിനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.